ഈ സംഭവം നടക്കുന്ന സമയത്ത് ഷാരോണിന് 19 വയസ്സായിരുന്നു പ്രായം. പിന്നെ കാണുന്നത് അച്ഛൻ പുറകിലൂടെ വന്നിട്ട് വലതുവശത്ത് കുത്തിയിറക്കുക ചെയ്യുന്നത്. ആ മുറിവിന്റെ ഘടന നോക്കുമ്പം അപ്വാർഡ്സ് ആൻഡ് ഡൗൺവാർഡ്സ് ഇഞ്ചുറി ഉണ്ട്. അപ്പൊ ഇദ്ദേഹം ചിലപ്പോൾ കുത്തിയിട്ട് അതൊന്ന് തിരിക്കുകയോ എന്തെങ്കിലും ചെയ്ത് കാണും. 11th and 12th റിബ്സിന് ഫ്രാക്ചർ ഉണ്ട്. ആ കുത്തില് ലെങ്സ് കൊളാപ്സ്ഡ് ആണ്. അയാൾ കാണുമ്പം ഹാളിലൊക്കെ ചോര ഇങ്ങനെ വീണ് കിടക്കുക. കാണുന്നത് അവൻ അവിടെ കിടന്ന് പിടയ്ക്കുന്നത്. കണ്ണൂർ വിഷൻ ചാർജ് ഷീറ്റിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. എനിക്ക് ഈ കേസിൽ മറ്റൊന്നു കൂടി പറയേണ്ടി വരും. സാധാരണ നമ്മൾ കേസ് പഠിപ്പിക്കാൻ പാടില്ല. ഒന്നുമില്ലെങ്കിൽ നമ്മൾ അവർക്ക് ആ 161 ഒന്ന് മെമ്മറിയിൽ ഇട്ട് കൊടുക്കേണ്ടി അല്ല ഇൻവെസ്റ്റിഗേറ്റ് അതിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് കൊടുക്കുന്ന മൊഴി നമ്മൾ പറഞ്ഞു. ഈ കേസിൽ എനിക്ക് അത് വേണ്ടി വന്നില്ല. കാരണം എല്ലാവരും അനുഭവമാണ് പറയുന്നത്. ഇതിലൊന്നും വെള്ളം ചേർക്കേണ്ടതില്ല. ഈ സജി ആയിക്കോട്ടെ, അവൻ കണ്ട കാര്യങ്ങളാണ് അവൻ്റെ 161 അപ്പം ഞാൻ ചോദിച്ചു, സജിച്ചേട്ടാ പറയൂലേ? അതിന് പറഞ്ഞാൽ എനിക്കറിയാം മാം, ഞാൻ അത് പറയും. എനിക്കങ്ങോട്ട് അവൻ എൻ്റെ കൂട്ടുകാരനാണ്. ഈ കൊച്ചുങ്ങൾ എൻ്റെ കണ്ണു മുന്നിൽ നിന്നാണ് ആ കൊച്ചു പോയത്. എൻ്റെ കൈ കിടന്ന ഇല്ല, മരിച്ചില്ല അവൻ. എന്നിട്ട് ഇവൻ പറഞ്ഞു ഒരു തുണി കൊണ്ടുപോവാ, ഇത് കെട്ടണ്ടേ മുറിവ്. ഈ സജി പറഞ്ഞോ, ആരോട് പറഞ്ഞോ? ഈ പെങ്ങളെ മോൻ ചെറുക്കനും ഉണ്ടല്ലോ, അവൻ പുറത്ത് ഉണ്ടായിരുന്നേ. അപ്പം ഈ അനിയനോടും അപ്പുവിനോടും പറഞ്ഞു. അപ്പു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാർലറ്റ് പറയുന്നു. അപ്പം ഇവൻ ഓടിപ്പോയി തുണിയെടുത്ത് കെട്ടി, അവരും കൂടെ സഹായിച്ചിട്ട് ഇവനിങ്ങനെ തുണി കെട്ടി കൊണ്ടിരിക്കുമ്പോൾ ഇവന് ഗ്യാസൊക്കെ ഓപ്പൺ ആക്കി വെച്ചേക്കുമല്ലേ. ഇവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അടുക്കളയിലേക്കാണ് ഓടേണ്ടത്. ഇവനോട് പറഞ്ഞേടാ ഒന്ന് വണ്ടി വിളിക്ക്, ഇവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, അപ്പുവിനോട് ഫോൺ എടുക്ക്, വണ്ടി വിളിക്ക് പറയുന്നുണ്ട്. അപ്പോൾ ഇവരെന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ, ഇയാൾ അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ ഇയാൾ കാണുന്നത് ഈ സജി കത്തി ഇങ്ങനെ ആ വാഷ് ബേസിനിൽ കഴുകുക. അവിടെ തന്നെ വാഷ് ബേസിൻ ഉണ്ട്. ഞാൻ സീന് കണ്ടതാണല്ലോ, ആ വീട്ടിൽ പോയതാ. ആ വാഷ് ബേസിനിൽ കഴുകിയിട്ട് അന്നേരം നീ എന്നാ ചെയ്തേന്ന് ചോദിച്ചാൽ, അന്നേരം അപ്പം പറഞ്ഞത് ഞാൻ ഇത് അവന് വേണ്ടി വാങ്ങിയതാണ്. കത്തി കാണിച്ചിട്ട് പറയാം, ഇത് ഞാൻ അവന് വേണ്ടി വാങ്ങിയതാണ് എന്നും പറഞ്ഞിട്ട് പറഞ്ഞു നിൽക്കുന്നതാണ്. പിന്നെ അയാൾ ഷർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ, ഒരു ലുങ്കിയും ഒരു ഇവിടെയായിരുന്നു ആദ്യം കത്തി സൂക്ഷിച്ചത്. പിന്നെ ആ കത്തി കഴുകി ഇങ്ങനെ അവിടെ വെക്കുന്നത്, ആ പടിയോട് ചേർന്നിട്ട് അവിടെ വെക്കുന്നത്. നീളമുള്ള കത്തിയാണ്, ഞാനൊക്കെ മാർക്ക് ചെയ്ത കത്തിയല്ലേ. അപ്പോൾ പിന്നെ എന്നിട്ട് ഇയാൾ നേരെ ബൈക്ക് എടുക്കാൻ പോയി ബൈക്ക് എടുത്ത് കൊണ്ടുവന്ന് നിർത്തുന്നത് ഈ വീണ് കിടക്കുന്ന മോൻ്റെ അടുത്ത്. എന്നിട്ട് മോനോട് പറയാ, തേരകത്തിനാടി സജി ആരാന്ന് ഇപ്പം മനസ്സിലായടാ നിനക്ക്, മോനോട് പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പം ഈ കുട്ടിയുടെ കരച്ചിൽ കേട്ടിട്ട് ആ വഴി പോയിക്കൊണ്ടിരുന്ന ഒരു ചേട്ടൻ ഓടി വരുന്നുണ്ട്. പിന്നെ ഒരു സനൂപ് എന്ന് പറയുന്ന ഒരു ചേട്ടനാ ഈ കുട്ടി ഒരു ഓട്ടോ ഡ്രൈവറാ, ഇവൻ ഓട്ടോ വിളിക്കുന്നു. അങ്ങനെ ഇവർ ഫസ്റ്റ് പയ്യാവൂര് മേഴ്സി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു കുട്ടീനെ. അപ്പോൾ അവർ പറയുന്നു നിങ്ങൾ ഹയർ സെൻറ്ററിലേക്ക് പോകണം, ഇത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു ജൂനിയർ ഡോക്ടറായിരുന്നു, ഡോക്ടർ മെൽബ അവിടെ ഉണ്ടായിരുന്നേ. ആ കുട്ടീനെ ഞങ്ങൾ വിസ്തരിച്ചതാണ്. അപ്പം അതിനുശേഷം ഇവര് ജിം കെയർ, അന്ന് നമ്മുടെ ബേബി മെമ്മോറിയൽ അല്ല, ജിം കെയർ ആയിരുന്നു. ഇല്ല മിംസ് ഉണ്ടായിരുന്നില്ല തോന്നുന്നു അല്ലേ? ഇല്ല, ജിം കെയർ 2020 അപ്പം പിന്നെ ജിം കെയറിലേക്ക് വരുമ്പം ഈ മേലെ ചൊവ്വ എത്തുന്നതിന് തൊട്ട് മുമ്പ് അതുവരെയും ഇവൻ ഭയങ്കര കാലിട്ടടിക്കലും കൈയിട്ടടിക്കലും ഒക്കെ ആയിരുന്നു, വേദന കൊണ്ട് പറയുന്നുണ്ടെന്ന്. എന്നാൽ എന്തിനാടാ പപ്പ എന്നോട് ഇത് ചെയ്തേ? അവനിങ്ങനെ ചോദിക്കുന്നുണ്ട്. അനിയനുണ്ട്, സജിയുണ്ട്, പിന്നെ ഈ കുട്ടികളുടെ അച്ഛൻ സജിയുടെ ഒരു ഇളയച്ചൻ്റെ മകനുണ്ട്, എസ്തപ്പാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചേട്ടനുണ്ട്. ഇവരൊക്കെ പയ്യാവൂര് ഹോസ്പിറ്റലിൽ നിന്ന് കൂടെ കയറിയല്ലോ, അങ്ങനെ കുറച്ച് പേരുണ്ട് അതിൽ. എന്നിട്ട് പറയുന്നുണ്ട്, സജിച്ചേട്ടാ എന്നെ ഒന്ന് രക്ഷിക്കുവോ, ഒന്ന് വേഗം പോവോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടെന്ന് ഈ കുട്ടി. പക്ഷേ അദ്ദേഹം പറയാൻ എൻ്റെ അടുത്ത്, മാം മേലെ ചൊവ്വയൊക്കെ എത്തിയപ്പോൾ അവൻ പിന്നെ മിണ്ടുന്നില്ല. പക്ഷെ എന്നാലും ഞാൻ വിചാരിച്ചു ബോധം പോയതായിരിക്കും, മരിക്കുന്നു എല്ലാം ബോധം, കാരണം അതുവരെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്ന കുട്ടിയല്ലേ. പക്ഷേ ജിം കെയറിൽ എത്തിയ സമയത്ത് അവർ പറഞ്ഞത് മരിച്ചിട്ട് 10 മിനിറ്റായി.
ഇതാണ് വരെ അവന് ജീവനുണ്ടായിരുന്നു. അവനുണ്ടായിരുന്നു. വേഗം ആശുപത്രി കൊണ്ടുപോകണം എന്നിപ്പോ മോൻ പറയുന്നു. അത് അവര് പറക്കുന്നുണ്ട്, വേദന കൊണ്ട് കരയുന്നുണ്ട്. കരയായിരുന്നു. വല്ലാത്തൊരു അപ്പൊ അവിടെ എത്തിയപ്പോഴത്തേക്കും മരണം. അവിടത്തെ അവര് മരണം ഉറപ്പിക്കുന്നു. ഈ അപ്പാപ്പൻ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രോസിക്യൂട്ടർ ഓഫീസിലേക്ക് വരാനുള്ള ഒരു ബോധം ഈ പേരാവൂര് ഉള്ള ഈ സാധാരണക്കാരായ കർഷകനായിരിക്കുമല്ലോ മനുഷ്യൻ, ആരായിരിക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക? അതിപ്പം പ്രതിനെ എപ്പോഴാണ് അറസ്റ്റ് ചെയ്തത് ശരിക്കും? ഇവനെ എങ്ങോട്ട് പോയി? സജി പറയുന്നത്, സജി ഇവനോട് പറയുന്നുണ്ടല്ലോ, ഇത് ഇവന് വേണ്ടി ഞാൻ വാങ്ങിച്ച കത്തിയാന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ സജി പറയുന്നുണ്ട് ഞാൻ പോകുന്നത് സ്റ്റേഷനിലേക്കാന്ന്. ആരോട് പറയുന്നുണ്ട്? മറ്റേ സജിയോട് പറയുന്നുണ്ട്. പക്ഷേ ഇവൻ ആ സ്റ്റേഷൻ്റെ ആ ഭാഗത്ത് നിന്ന് സ്റ്റേഷനിലേക്ക് കയറിയൊന്നുമില്ല. അവൻ അവിടെ കറങ്ങി നിൽക്കുന്നത് കണ്ട് ഇത് വേഗം അറിയുമല്ലോ, സ്പ്രെഡ് ആവുമല്ലോ, പ്രത്യേകിച്ച് ഒരു നാട്ടും പ്രദേശമാണല്ലോ. അപ്പം അവര് മനസ്സിലാക്കുന്നത് ഇവനാണെന്ന്. അങ്ങനെ ഇവനെ കസ്റ്റഡിയിൽ എടുക്കുക ചെയ്യും. പോലീസ് കസ്റ്റഡിയിൽ എടുത്തു. പിറ്റേന്നാണ് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. അതൊക്കെ അത് 16-ാം തീയതി ആണ്. സംഭവം നടക്കുന്നതിന് എത്ര ദിവസം മുമ്പ്? 14-ാം തീയതി വാടിച്ചു. എവിടെ പോയിട്ട് ഇവൻ പയ്യാവൂര് ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് കത്തി മേടിച്ചത്. ഒരു മുസ്തഫ എന്ന് പറയുന്ന ഒരാളായിരുന്നു. അദ്ദേഹത്തിന്റെ മൊഴി ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ വിസ്തരിച്ച ഞാനാണ് കോടതിയിൽ. അപ്പം ആദ്യം ഇവൻ വേറൊരു ഷോപ്പിലാ പോയെ. അപ്പൊ ഇവര് എന്നാ ക്രിസ്ത്യൻസ് ഒരേ പാരിഷെന്നോ അങ്ങനെ എന്തോ പറയില്ലേ, അവിടെ ഉള്ളവരാണ്. ഈ സജിയെ അയാൾക്കറിയാം. അയാൾ കത്തി കൊടുത്തില്ല ഇവന്റെ മുഖഭാവമൊക്കെ കണ്ടിട്ട്. അപ്പൊ അയാൾക്ക് ചിലപ്പോൾ അറിയാതിരിക്കാം, എന്താണ്ടോ ധാരണ ഉള്ളത് കൊണ്ട് അയാൾ കൊടുത്തില്ല. അയാളുടെ മൊഴിയുണ്ട് നമുക്ക്. അപ്പൊ പിന്നെ അയാൾ പോകുന്നത് അടുത്ത കടയിലേക്കാണ്. അപ്പൊ പോലീസ് ഇവനെ ഈ 16-ാം തീയതിയാണ് ഈ പ്രതിനെയും കൊണ്ട്, പ്രതിയെ ചോദ്യം ചെയ്തപ്പോൾ മനസ്സിലായി കാണുമല്ലോ എവിടുന്നാ കത്തി വാങ്ങിയെന്ന്. കത്തി ഓൾറെഡി സീസ് ചെയ്തു വീട്ടിനുള്ളിൽ വെച്ചിട്ട്. ഫോറൻസിക് ഇവൻ ഈ വീട്ടിന്റെ ആ പടിയോട് ചേർന്ന് ഡോറിനോട് ചേർന്ന് ഇങ്ങനെ കുത്തി വെച്ചിരിക്കുകയായിരുന്നു. നിലത്തിങ്ങനെ ചാരി വെച്ചേക്കായിരുന്നു. കുത്തി ഒന്ന് കഴുകി, അവനൊന്ന് കഴുകി അത് അവിടെ വെച്ചു. അത് നല്ലോണം കഴുകിയില്ല, ഒരു ജസ്റ്റ്. എന്നാലും അതിന്റെ തുമ്പില് താഴെ നിന്നൊക്കെ നമുക്ക് ബ്ലഡ് സ്റ്റെയിൻസ് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ എടുത്തു, അതൊക്കെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഇല്ല, മുസ്തഫയോട് പറഞ്ഞത് കുറച്ച് വലിയ കത്തി വേണമെന്ന് പറയുന്നുണ്ട്. തീരെ കൊച്ചു കത്തി പോരാ, പേനാക്കത്തി പല സൈസ് കത്തി ഉണ്ടാവുമല്ലോ, കുറച്ച് വലിയ കത്തി വേണമെന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് കൊടുക്കുന്നത്. അപ്പം നമ്മളിപ്പം ഒരു കേസിൽ എംഒ ഏറ്റവും പ്രധാനപ്പെട്ട തൊണ്ടിമുടലാണല്ലോ ഈ സാധനം. കുറച്ചുകൂടെ വലിയ കത്തി വേണം. ഒരു കത്തി എടുത്ത് കാണിച്ചു കൊടുത്തു. അപ്പം പറഞ്ഞു കുറച്ചുകൂടെ വലിയ കത്തി വേണമെന്ന് പറഞ്ഞു. അപ്പം അയാൾക്കത് നന്നായിട്ട് നല്ല ഓർമ്മയുണ്ട്. കുറച്ചുകൂടെ വലിയ കത്തി വേണമെന്ന് പറഞ്ഞതും എങ്ങനെയാണെന്നുള്ളതും ഒക്കെ. നമ്മൾ അവരെ വിസ്തരിക്കുന്ന സമയത്ത് കത്തി ആദ്യം കാണിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കേസ് പോയില്ലേ. അയാൾ എൻ്റെ കത്തി ഇതാണോ നിങ്ങളുടെ കത്തി എന്നൊന്നും ചോദിക്കാൻ പാടില്ല. അപ്പോൾ ചോദിച്ചു നിങ്ങൾക്ക് ഇയാളെ അറിയോ, എങ്ങനെയാണ് നിങ്ങൾക്ക് പരിചയം ഇയാളെ? അന്നേരം അദ്ദേഹം പറഞ്ഞു 16-ാം തീയതി പോലീസ് ഇയാളെയും കൂട്ടി എൻ്റെ കടയിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തലേന്ന് ഇയാളും വേറൊരാളും കൂടെ എൻ്റെ ഷോപ്പിൽ വന്നു. എന്നിട്ട് എൻ്റെ അടുത്തൊരു വലിയ കത്തി വേണമെന്ന് പറഞ്ഞു. എൻ്റെ കുറച്ച് വീതി ഉള്ള ഒരു 20 സെൻറ്റിമീറ്ററോളം നീളമുള്ള കത്തിയാണ്. അതിൻ്റെ വിഡ്ത്തും ഏകദേശം കുറച്ച് കുഴപ്പമില്ലാത്ത വിഡ്ത്തുള്ളൊരു കത്തിയാണ്. അപ്പം ഒരു കുറച്ച് വലിയ കത്തി വേണമെന്നാണ് പറഞ്ഞത്. ഞാൻ കത്തി എടുത്ത് കൊടുത്തപ്പം അയാൾ കൃത്യമായിട്ട് പറഞ്ഞു ഇന്ന തരത്തിലുള്ള കത്തിയാണ് ഞാൻ കൊടുത്തത് എന്ന് അയാൾ പറഞ്ഞു. എങ്ങനെ പ്രോസിക്യൂട്ടറെ കണ്ടാൽ ജാമ്യം തടയാൻ, ഇവൻ ജാമ്യത്തിലിറങ്ങുന്നത് തടയാൻ പറ്റൂന്നൊക്കെ ഒരു സാധാരണക്കാരന് എങ്ങനെ ബോധമുണ്ടായി? അത് ഞാൻ മനസ്സിലാക്കിയത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, അദ്ദേഹത്തിനെ സംബന്ധിച്ചിട്ട് ഈ മോളെ കല്യാണം കഴിച്ചു കൊടുത്ത അയാളെ ശരിയല്ല എന്നുള്ള ഒരു അഭിപ്രായം അയാൾക്കുണ്ടല്ലോ. മോൾ അനുഭവിച്ച വിഷമങ്ങൾ, പിന്നെ ഈ അയാൾ വളർത്തിയ ആ കൊച്ചുമോൻ കൊല്ലപ്പെട്ടു. ഇനിയുള്ളത് അതിൻ്റെ ഇളയതാ. അവനാണ് ഈ കേസിലെ ഏക ദൃക്സാക്ഷി അല്ലേ, ഏക വിറ്റ്നസ്. ശരിക്കും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് കണ്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റിയ ഒരേ ഒരു സാക്ഷിയാണ് ഈ മോൻ. ഇയാളെങ്ങാനും ജാമ്യത്തിൽ ഇറങ്ങിയാൽ എൻ്റെ ഈ കുഞ്ഞും കൂടി നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയം ആ സൈമൺ ചേട്ടനുണ്ടായിരുന്നു. അദ്ദേഹം എല്ലായിടത്തും അന്വേഷിച്ചു. അയാൾക്ക് അറിയാവുന്ന വക്കീലന്മാരോടൊക്കെ ചോദിച്ചു
നാട്ടിലൊക്കെയുള്ള. അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ PP ഓഫീസ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെയാണ് പോവേണ്ടത്. അവിടെ പോയാൽ അവരാണ് ഈ കേസ് അവരാണ് സീരിയസ് ആയി നോക്കി നിങ്ങൾക്ക് അയാൾക്ക് ജാമ്യം കിട്ടാതിരിക്കാനുള്ള കാര്യങ്ങൾ അവരാ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. പിന്നെ പോലീസ് സ്റ്റേഷനിൽ ഇയാൾ നിരന്തര സന്ദർശകനായിരുന്നു. ഈ പറയുന്ന പയ്യാവൂർ പോലീസ് സ്റ്റേഷൻ പയ്യാവൂരേക്ക് പോകും. എന്താ സാർ ഇനി ഉണ്ടാവുക, ഇനി എന്താ ഉണ്ടാവുക, ഇനി എന്താ ഉണ്ടാവുക, അപ്പൊ ഈ ഇവനെ കുഞ്ഞുമോനെ വെച്ചേക്കില്ലാന്ന്. ഈ ചെറിയ മോനെ കൊല്ലുന്ന് പറയുന്നുണ്ടോ? ആ ചെറിയ മോനെ കൊല്ലുന്നു പറയുന്നുണ്ട്. എവിടുന്നാ പറയുന്നത്? ഇവനോട് തന്നെ പറയുന്നുണ്ട്, നീ എനിക്കെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ഞാൻ വെച്ചേക്കില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് ഇവൻ ആരോട് പറയുന്നുണ്ട്? മജിസ്ട്രേറ്റിന് മൊഴി കൊടുക്കുന്നുണ്ട്. കുട്ടിയുടെ 164 അച്ഛൻ പുറത്തിറങ്ങിയാൽ എന്നെയും കൊല്ലും എന്ന് എനിക്ക് പേടിയുണ്ട് എന്ന് പറയുന്നുണ്ട്. കുഞ്ഞു പറയുന്നുണ്ട്. 164 അത് നേരിട്ട് കൊടുക്കുന്ന മൊഴി. അല്ല, എന്റെ ഒരു ചോദ്യം, ഈ ഫസ്റ്റ് കേസ് ട്രയലിനൊന്നും വന്നിട്ടില്ല. ഇല്ല. FIR രജിസ്റ്റർ ആയി, പ്രതി റിമാൻഡിൽ, നിങ്ങളുടെ അടുത്തേക്ക് ഈ സാധനം വരുന്നില്ല. ഈ അപ്പാപ്പൻ നിങ്ങളുടെ അടുത്ത് വരുന്നു. അതിനുശേഷം നിങ്ങളെടുത്ത സ്റ്റെപ്പുകൾ എന്തൊക്കെയായിരുന്നു? ഞങ്ങളെടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, പിന്നീട് ജാമ്യം കിട്ടിയില്ല. ജാമ്യം കിട്ടാതായപ്പം ഇദ്ദേഹം ഹൈക്കോർട്ടിലേക്ക് പോവാൻ. ജാമ്യം കിട്ടാതിരിക്കാൻ നിങ്ങൾ പറഞ്ഞ ഗ്രൗണ്ട് എന്താന്ന് പ്രോസിക്യൂഷൻ? ഇതാണ് പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയുണ്ട്. അപ്പാപ്പൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രം നമുക്ക് കോടതി പറഞ്ഞുകൂടാ. കോടതിയുടെ മുന്നിൽ വൈറ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പ്രധാനമായിട്ടുമുള്ളത് ഈ ഐ വിറ്റ്നസ് നമ്മളെ സാക്ഷികളെ ടാമ്പർ ചെയ്യോ, സാക്ഷി മൊഴികൾ എന്തേലും ചെയ്യോ, സാക്ഷികളുടെ പിന്നെ ജീവനെ അപായപ്പെടുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് കോടതിയെ അറിയിക്കണമല്ലോ. ഈ കേസിൽ 100% അതുണ്ട്. കൊന്നത് ഒരു മോനെയാണ്, അടുത്ത മോനെ കൊല്ലാൻ യാതൊരു ഭയവും ഇല്ല. ഉണ്ടോ? അയാളെ മുന്നിൽ മറ്റു യാതൊരു പ്രതിബദ്ധതയോ ഒരു സാധനവും ഇല്ല. അയാളെ സംബന്ധിച്ച് സ്നേഹമില്ല, ഒന്നുമില്ല. അത് കോടതിയെ കൊല്ലാം. പിന്നെ നമ്മൾ പേഴ്സണലി ആ കുട്ടീനെ കൊണ്ടുവന്ന് കോടതിയുടെ മുന്നിൽ വേണമെങ്കിൽ നമുക്ക് ജാമ്യാപേക്ഷയുടെ സമയത്ത് കേൾക്കുന്ന സമയത്ത് പറയാലോ. അത് പോലും ഞങ്ങൾക്ക്, പക്ഷെ കോടതി വളരെ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞത് മുഖവിലക്കെടുത്തു. കുട്ടിയുടെ മൊഴിയും രേഖപ്പെടുത്തി. കുട്ടിയുടെ അത് തളിപ്പറമ്പ് മജിസ്ട്രേറ്റ് അന്നത്തെ. അപ്പൊ ഈ അപ്പാപ്പൻ വന്നതോടുകൂടി അപ്പാപ്പനിലേക്ക് നിങ്ങൾ അടുത്തു. ഈ അപ്പാപ്പനെ കുറിച്ചുള്ള നിങ്ങളുടെ ഒരു ചിന്തകളൊന്ന് പറഞ്ഞു. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അദ്ദേഹത്തിന് എപ്പോഴും അപ്പാപ്പനെ കുറിച്ച് പറയുമ്പോൾ ഈ മോനെ കുറിച്ച് പറയേണ്ടി വരും എനിക്ക് ആദ്യം. അപ്പം ആ മോനും ആ അമ്മയും, അമ്മ എന്ന് പറയുന്ന ഒരു കന്യാസ്ത്രീ അമ്മയുടെ ഒക്കെ മുഖം ഉണ്ടാവില്ലേ, ഷാരോണിന്റെ അമ്മ സിൽജ, ആ പെൺകുട്ടി ഒരു പറയണ്ട മാതാവിൻ്റെ ഒക്കെ മുഖമുള്ളൊരു പെണ്ണ്. നമുക്കെപ്പോഴും ചില സ്ത്രീകളെ കണ്ടാല് നല്ല ഒരു എന്ന് നമുക്ക് തോന്നൂലേ, ചിലരെ കണ്ടു കഴിഞ്ഞാൽ. എനിക്ക് നല്ല ഒരു ഇതാന്ന് തോന്നാറുണ്ട്. അവരിൽ എന്തോ ഒരു പ്രകാശം ഉണ്ടെന്ന് തോന്നും. അതുപോലെ തന്നെയുള്ള ഒരു മോനും. അപ്പോൾ ഈ അച്ഛനാണെങ്കിൽ അദ്ദേഹത്തിന് അങ്ങ് ടെൻഷനാ വന്നിരുന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ. അദ്ദേഹത്തിന് ഒരേ ഒരു ചിന്തയേ ഉള്ളൂ, ഈ ഷാർലറ്റിനെ കുറിച്ചിട്ടുള്ള ചിന്ത മാത്രം. ഒരു ദിവസം ഇദ്ദേഹം ഈ മോനെയും കുട്ടി ഞങ്ങളുടെ അടുത്ത് വന്നു. അപ്പോൾ പറഞ്ഞു, ഇവനാണ് കണ്ടത് പറഞ്ഞു ഞങ്ങളുടെ അടുത്ത്. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് അടുക്കാനൊക്കെ ഒരു മടി, ഞങ്ങളുടെ അടുത്ത് വരാനൊക്കെ ഒരു മടി. അപ്പോൾ സാറ് സംസാരിച്ചു അവൻ്റെ അടുത്ത്, ശശീന്ദ്രൻ വക്കീൽ. അദ്ദേഹം അവനെ സമാധാനിപ്പിച്ച് വിടുക ചെയ്ത്. പിന്നീട് ഈ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. പക്ഷേ ഹൈക്കോടതി പോയി കഴിഞ്ഞാൽ ഇവന് ജാമ്യം കിട്ടുമല്ലോ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, കസ്റ്റഡി ട്രയലിന് വേണ്ടിയിട്ട് നോക്കി. അപ്പോൾ ഞങ്ങൾക്ക് പയ്യാവൂർ പോലീസ് വളരെ നല്ല രീതിയിൽ, പോലീസിനെ വളരെ കൃത്യമായിട്ട് അറിയാം ഇതൊരു കൃത്യമായൊരു കേസാണെന്നും ഈ പ്രതിയുടെ പഴയകാല ചരിത്രവും പിന്നത്തെ ചരിത്രവും ഒക്കെ അറിയാവുന്ന കൊണ്ട് തന്നെ അവരും വളരെ നല്ല രീതിയിൽ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തു. ഇവന് ജാമ്യം കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ബുദ്ധിമുട്ടാണ് എന്നുള്ളത്. ശരിക്ക് അവന് മൂവ് ചെയ്യുന്നത് അവന് സുഹൃത്തുക്കളുണ്ട്. ഇവൻ അത്യാവശ്യം റിയൽ എസ്റ്റേറ്റ് ബിസിനസ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ എന്തൊക്കെയോ പരിപാടികളുണ്ട്. ഇവൻ്റെ ബന്ധുക്കളാരും ഇവനെ സഹായിക്കുന്നില്ല. ബന്ധുക്കൾക്ക് ആർക്കും ഇവനെ വേണ്ട. പക്ഷേ ഇവൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ, ഇവന് അവിടെ ഒരു പയ്യാവൂർ ടൗണിലൊരു പ്രോപ്പർട്ടി ഉണ്ട്, അത് വിറ്റെന്നൊക്കെയാണ് കേട്ടെ. അതിനൊരു കഥയുണ്ട്. അവൻ്റെ ബ്രദർ ഗൾഫിൽ ഈ ഖത്തറിലെങ്ങാനും ഇടന്ന് പണിയെടുത്ത പൈസ ഇവൻ അയച്ചു കൊടുത്തിട്ട് ഇവൻ വാങ്ങിയ സ്ഥലമാണ് അത്. അങ്ങനെയും കഥകളുണ്ട്. അത് അവൻ്റെ പേരിൽ വാങ്ങി, സജിയുടെ പേരിൽ വാങ്ങി, അവന് രജിസ്ട്രേഷന് വരാൻ പറ്റാഞ്ഞിട്ട് ആ സ്ഥലം വിറ്റിട്ടൊക്കെയാണ് കാശ് കൊടുത്തതെന്നും അങ്ങനെയൊക്കെ പറയുന്നത്. അതൊന്നും നമുക്ക് ഈ മോനിലേക്കും അപ്പാപ്പനിലേക്കും നമുക്ക് വരാം. എങ്ങനെയാണ്
അവരൊക്കെ. അവര് പിന്നീട് നമുക്ക് കേസ് കസ്റ്റഡി ട്രയലിലേക്ക് എത്തിയല്ലോ. കസ്റ്റഡി ട്രയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ നമുക്കിത് അത് പക്ഷെ നിങ്ങൾ ഒറ്റ സമയത്ത് ഇതാവൂല്ലോ. ഇല്ല, നിങ്ങൾ ബെയിലിന് ഓപ്പോസ് ചെയ്യുന്നു, ഈ കുട്ടി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക താല്പര്യം കൊടുക്കുന്നു. അതിനുശേഷം ഇവന് ബെയിൽ കിട്ടാതിരിക്കാനുള്ള പണികൾ പോലീസ് ചെയ്തു. അപ്പോഴത്തേക്ക് ഇത് ട്രയൽ സമയം ആകുന്നില്ലോ, കുറെ കേസുകൾ വേറെ പെൻഡിങ് ഉണ്ട്. ഇത് പ്രത്യേക താല്പര്യം കൊടുത്തു. അല്ല, ഇത് അവർക്കും കസ്റ്റഡി ട്രയൽ കുഴപ്പമില്ലാന്നായി. ഇവിടെ വീണ്ടും വരുമ്പം ഹൈക്കോടതി പറഞ്ഞു കസ്റ്റഡി ട്രയൽ എടുത്തോളാൻ. ഞങ്ങൾ സമ്മതം, ഹൈക്കോടതിയിൽ ഞങ്ങൾ GPA വെച്ചു, മീൻസ് GPയോട് കാര്യങ്ങൾ സംസാരിച്ചു. ശശീന്ദ്രൻ വക്കീലും ഞാനും കൂടെ കാര്യങ്ങൾ സംസാരിച്ചു, പോലീസ് സംസാരിച്ചു. എന്നിട്ട് ഇത് കസ്റ്റഡി ട്രയൽ, ഇത് ജാമ്യം കൊടുക്കരുത്. പക്ഷെ അയാൾക്ക് റൈറ്റ് ഉണ്ടല്ലോ, എങ്ങനെയായാലും അയാളുടെ റൈറ്റ് അയാൾക്കുണ്ടല്ലോ. പക്ഷെ അയാൾ കസ്റ്റഡി ട്രയൽ നടത്തിക്കോട്ടെ. ഇതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ. വിറ്റ്നസ്സിന് ജീവൻ ആപത്തുണ്ടാകും. അങ്ങനെയാണ് വരുന്നത്. അങ്ങനെ അദ്ദേഹം ഞങ്ങളുടെ അടുത്ത് നിരന്തരം വരാൻ തുടങ്ങി. അദ്ദേഹത്തിന് ഞങ്ങളാണ് മീഡിയ, മീൻസ് അറിയേണ്ട കാര്യം. ഈ സൈമൺ ചേട്ടന് പിന്നെ ഞങ്ങളെയായി വിശ്വാസം. അദ്ദേഹം ഞങ്ങളുടെ അടുത്തായി. മോൻ ഞങ്ങളുടെ അടുത്ത് അടുക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവൻ്റെ അടുത്ത് സംസാരിച്ചു. പിന്നീട് ഈ കേസ് മേഡ് ഓവർ ചെയ്ത് അഡീഷണൽ 2ലേക്ക് വന്നു. ഞാനായി പിന്നെ പ്രോസിക്യൂട്ടർ. ഞാൻ എൻ്റെ അടുത്തിലേക്ക് എത്തി. അപ്പം പിന്നീട് അറിയാലോ, കമ്മിറ്റഡ് പ്രൊസീഡിങ്സ് കഴിഞ്ഞ ഉടനെ തന്നെ എൻ്റെ അടുത്തെത്തി. അവിടുത്തെ ഒരു ജാമ്യം കഴിഞ്ഞ ഉടനെ തന്നെ എൻ്റെ അടുത്തെത്തി. പിന്നീട് എൻ്റെ കോടതിയായി. അപ്പം ഞാൻ അതിലും ഒരു എന്നാ പറയേണ്ട, ഒരു ദൈവത്തിൻ്റെ ഒരു ഇത് ഞാൻ വിചാരിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡീഷണൽ 1 to 4 കോടതികൾ അവിടെ ഉണ്ട്. പക്ഷേ എന്തോ അവിടുന്ന് ജില്ലാ കോടതിയിൽ നിന്ന് കയ്യിലൂടെ വന്നു. അപ്പൊ അവന്റെ അമ്മ ഇറ്റലിയിലാണ്. അവരെ അങ്ങ് തിരിച്ചു പോയി. ഇവരുടെ ശവസംസ്കാരമൊക്കെ കഴിഞ്ഞപ്പോൾ അവൾക്ക് പോവേണ്ടി നടന്നിട്ടുള്ളൂ. എന്നിട്ട് അവള് തിരിച്ചു പോയി. അപ്പൊ ഇവൻ എൻ്റെ അടുത്ത് അവനിങ്ങനെ എന്നെ നോക്കും. അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു, നമുക്കൊരു ചായ കുടിച്ചിട്ട് വരാ ചോദിച്ചു അവൻ്റെ അടുത്ത്. അപ്പൊ അവനെയും കുട്ടി നമ്മുടെ പഴയ ക്യാൻറ്റീൻ ഉണ്ടല്ലോ, അവിടെ പോയി അവൻ്റെ കൂടെ. അവൻ ആദ്യമൊക്കെ മടിയായിരുന്നു. പിന്നീട് ഞാൻ പറഞ്ഞു, എടാ മോനെ, നിന്നേക്കാൾ വലിയ മക്കൾ എനിക്കുണ്ട്, നിൻ്റെ അത്രയുള്ളൊരു മോനുണ്ട് എനിക്ക് എന്നൊക്കെ പറഞ്ഞ് അവൻ എന്നെ മാഡം എന്നും ഒക്കെ വിളിച്ചുകൊണ്ടിരുന്ന അവൻ പിന്നെ എന്നെ ആൻറ്റിയായി. അവനെങ്ങനെ കൂടെ നടത്തി. ഞാൻ അങ്ങനെ എൻ്റെ ഫ്രണ്ട്സിനെ അവന് പരിചയപ്പെടുത്തി കൊടുത്ത്, നിങ്ങൾ വക്കീലന്മാരിയ്ക്കുമ്പോൾ അവനും കൂടെ വന്നിരിക്കും. അവനെ ചായ മേടിച്ചു കൊടുത്തും അവൻ്റെ കൂടെ ക്യാൻറ്റീനിലിരുന്നു. ക്യാൻറ്റീനിൽ നമ്മളെ കുറച്ച് ലേഡി ക്യാൻറ്റീൻ അല്ലേ, അറിയാലോ, നമ്മുടെ വനിതാ ക്യാൻറ്റീൻ. അവരൊക്കെയും അവിടുത്തെ ഏച്ചിമാർക്കാണെങ്കിൽ എല്ലാവരോടും ഒരു പ്രത്യേക ഇഷ്ടം. അപ്പം അവർക്ക് ഇവനോട് പ്രത്യേക ഇഷ്ടം. അപ്പം അവൻ്റെ വീട് പോലെയായി അത്. അങ്ങനെ ഞങ്ങൾ ഇതിൽ വലിയൊരു വിഷമമുള്ളൊരു സംഗതി കിടപ്പുണ്ട്.